നമസ്കാരം. ഓരോ ദിവസവും വ്യത്യസ്തമാണ്. അതിനാൽ തന്നെ ഓരോ ദിവസവും വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ദുരിതപൂർണമായ അവസ്ഥകളും വ്യത്യസ്തമാകുന്നു. എന്നാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് തൊടുകുറി ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ 2 പ്രധാനപ്പെട്ട ഇലകളിൽ ദിവ്യ ഇലകളിൽ ഒരു ഇല തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു. ആദ്യത്തെ ഇല കൂവളമാണ്. പരമശിവന് തുല്യമായ ഇല, അത്രമേൽ വിശേഷപ്പെട്ട ഇലയാണ് കൂവളം. രണ്ടാമത്തേത് തുളസിയാകുന്നു. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും മഹാലക്ഷ്മി ദേവിക്കും ലക്ഷ്മി നാരായണന്മാർക്കും ഏറ്റവും പ്രിയപ്പെട്ടതായ ഇല, സാക്ഷാൽ ലക്ഷ്മി ദേവിക്ക് തുല്യം. ഈ 2 ദിവ്യ ഇലകളിൽ ഒരു ഇല നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ആദ്യം ഏവരും കണ്ണുകൾ അടച്ച് ഇഷ്ടദേവതയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും തേടിയെത്തണം എന്ന് പ്രാർത്ഥിക്കുക. ഏവരും പതുക്കെ കണ്ണുകൾ തുറന്ന് 2 ഇലകളിൽ ഒരു ഇല തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ഇല തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശ്രീകൃഷ്ണ പൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ഇലയായ കൂവള ഇലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വന്നു ചേരാൻ പോകുന്നു. അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകൾ അല്പം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഭാഗ്യം ഉയരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈശ്വരാധീനം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി തീരും. കൂടാതെ സാക്ഷാൽ പരമശിവന്റെ കടാക്ഷവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. നിങ്ങളിൽ പ്രകടമാകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് സംരക്ഷണ വലയം. സാക്ഷാൽ പരമശിവന്റെ സംരക്ഷണ വലയം നിങ്ങളിലുണ്ട് എന്ന കാര്യം ഓർക്കുക. ഇത് ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാകുന്നു. അഥവാ മുൻപ് കഴിഞ്ഞു പോയതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് എങ്കിൽ ഇതേക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സംരക്ഷണ വലയത്തിൽ ഭഗവാന്റെ സംരക്ഷണ വലയത്തിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപകടങ്ങൾ വരുമ്പോൾ അതിൽ നിന്നും ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ബുദ്ധിശക്തി ഉള്ളവരാണ് നിങ്ങൾ. ബുദ്ധിവൈഭവം നിങ്ങൾക്കുണ്ട്. എന്നാൽ ശരിയായ രീതിയിൽ അവ പ്രയോഗിക്കുവാൻ സാധിക്കുന്നില്ല. ഈ കാര്യം നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാകുന്നു. എന്നാൽ ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാനും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഉൾക്കാഴ്ചയുള്ളവരാണ് നിങ്ങൾ. ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധ്യത കൂടുതലുള്ള വ്യക്തികളാണ് നിങ്ങൾ. അത് പല അവസരങ്ങളിലും നിങ്ങൾക്ക് പ്രകടമായിട്ടുള്ള കാര്യമാകുന്നു. അത്തരത്തിൽ ഉൾക്കാഴ്ചയോടെ പല കാര്യങ്ങളെയും സമീപിക്കുവാനും തന്മൂലം വിജയങ്ങൾ നേടുവാനും സാധിക്കും എന്ന കാര്യം ഓർക്കുക. ചില മാറ്റങ്ങൾ, അനുകൂലമായ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ അല്പം വർദ്ധിച്ചിരിക്കുന്നു. ചില പരിവർത്തനങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നു എന്ന് പറയാം. എന്നാൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുൻപും ഇത്തരത്തിൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത്തരം മാറ്റങ്ങൾ നിങ്ങൾ അനുഭവിച്ചവരാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിന് ശക്തി ചില സമയങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്നതും നിങ്ങൾ നേരിടുന്നതായ പ്രധാനപ്പെട്ടതായ ഒരു പ്രശ്നമാകുന്നു. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. അതായത് മനസ്സിന്റെ ശക്തി, ആത്മബലം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വർദ്ധിക്കുന്നതാണ്. പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. പല കാര്യങ്ങളിലും ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യുവാനും തന്മൂലം വിജയങ്ങൾ
സ്വന്തമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങളാകാം. സന്തോഷ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈശ്വരാധീനത്താൽ ഏത് കാര്യങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. സാക്ഷാൽ പരമശിവന്റെ കടാക്ഷത്താലാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധിവരെ അനുകൂലമാകുവാൻ പോകുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും ഉടനെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഉടനെ തന്നെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള അവസരങ്ങൾ തുറന്നു ലഭിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് ചില അവസരങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ ഉടനെ തന്നെ മാറ്റങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആഗ്രഹങ്ങൾ നടക്കുകയും തന്മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾക്ക് പുറമെ ധനപരമായ നേട്ടങ്ങളും തന്മൂലം വന്നു ചേരാം. ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ്. പരമശിവനെ ആരാധിച്ച് മുന്നോട്ടു പോകുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് കൂടി അറിയുക. രണ്ടാമത്തെ ഇലയായ തുളസി ഇലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ അനുകൂലമാകുവാൻ സാധ്യത കൂടുതലാകുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് സമാധാനം, ആശ്വാസം പകർന്ന് നൽകുന്നതായ വ്യക്തികളാണ് നിങ്ങൾ. മനസ്സിന് അത്രമേൽ നന്മ നിങ്ങൾക്കുണ്ട്. ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ അതിനാൽ നിങ്ങൾക്ക് ഭഗവാന്റെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ സാമ്പത്തികപരമായ ചില കാര്യങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ചില പ്രയാസങ്ങളിൽ നിന്നും പല കാര്യങ്ങളും അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതലാകുന്നു. സാമ്പത്തികപരമായ ഉയർച്ചകൾ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. കടങ്ങൾ തീർത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പണം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഉണ്ട്. അതിൻ്റെ അർത്ഥം നാളെ തന്നെ ഇത്തരത്തിൽ സംഭവിക്കും എന്നല്ല. ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമാകാം. പല വഴികളിലൂടെയും ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അത് സഹായധനം പോലുമാകാം. കടം വീട്ടുവാനുള്ള അവസരം വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. അല്ലെങ്കിൽ സമയം പോലും നീട്ടിക്കിട്ടാം. നല്ല കാലം ചില സമയത്ത് ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്നു വരും. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ നല്ല കാലത്തിന് സമാനമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ പലപ്പോഴായി ഇടപെടുകയും അതിൽ അവർക്ക് ആശ്വാസം പകർന്ന് നൽകുന്നവരുമാകുന്നു. എന്നാൽ മറ്റുള്ളവരുടെ സമ്മർദ്ദം പല അവസരങ്ങളിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും തരണം ചെയ്യുവാൻ നിങ്ങൾ പ്രയാസപ്പെടുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. തീർച്ചയായും മറ്റുള്ളവരുടെ സമ്മർദ്ദം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തരണം ചെയ്ത് പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. മനസമാധാനം നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്നു എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും നിങ്ങൾ മനസമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് പ്രാർത്ഥിക്കുന്നവരാകുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിന് പരിഹാരം എപ്രകാരം കണ്ടെത്തുവാൻ സാധിക്കും? പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. പല തരത്തിലുള്ള നഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ആ നഷ്ടങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാനോ അല്ലെങ്കിൽ തത്തുല്യമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനോ സാധിക്കും എന്ന ശുഭകരമായ കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതോ പ്രതീക്ഷിക്കാത്തതുമായ അനുകൂലമായ വാർത്തകൾ, ശുഭകരമായ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. വിട്ടുവീഴ്ചകൾ പലപ്പോഴായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാകുന്നു. എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായി വരില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കുക.
വിട്ടുവീഴ്ചകൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ നൽകുന്നു. എന്നാൽ എപ്പോഴും ഇത്തരത്തിൽ ചെയ്യേണ്ടതായി വരില്ല എന്ന കാര്യം ഓർക്കുക. ഭഗവാന്റെ കടാക്ഷത്താൽ മാറ്റങ്ങൾ വന്നു ചേരും. സ്വന്തമായി തന്നെ ഏത് കാര്യവും മുൻപോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലപ്പോഴും പല സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതിനാൽ പലപ്പോഴും പല പ്രയാസങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ പരസഹായം ഇല്ലാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ബന്ധങ്ങളിൽ നിങ്ങൾ കൂടുതൽ അടുപ്പം പുലർത്തും, അല്ലെങ്കിൽ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുവാനുള്ള സാധ്യതകൾ, അത്തരത്തിൽ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. പല രീതിയിലുള്ള പിന്തുണകൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ഏവരും നിങ്ങളെ സപ്പോർട്ട് അഥവാ പിന്തുണ ചെയ്യുന്നതായ അവസരങ്ങൾ വന്നു ചേരും. വിവാഹം ജീവിതത്തിലേക്ക് കടന്നു വരികയോ അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഏത് ആഗ്രഹമാണ് എങ്കിലും അത് നടക്കാനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്നു ലഭിക്കും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ദാമ്പത്യ സൗഖ്യം ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. ദാമ്പത്യ ജീവിതം അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം തീർച്ചയായും ലക്ഷ്മി നാരായണന്മാരെ, ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുക തന്നെ ചെയ്യും.